നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കട്ടപ്പനയിൽ മാലിന്യ ടാങ്കിൽ 3 ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തിൽ ശക്തമായ ഇടപെടലും നടപടിയുമായി ജില്ലാ ഭരണകൂടം. അപകടത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് ADM ഷൈജു ജേക്കബ്. മാലിന്യ ടാങ്ക് അപകടത്തിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ. ഹോട്ടലിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമെന്നും ആരോപണം. വീഴ്ച പരിശോധിക്കണമെന്ന CPM. ധനസഹായം നൽകണമെന്ന MP. പൂജാവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. പൂജാവധി കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയുടെ പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷം. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തകരാറിലായ ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് പാർക്കിലെ മിക്ക ഉപകരണങ്ങളും നശിച്ചിരുന്നു. പൂർണ്ണമായും നശിച്ചവ മാറ്റി സ്ഥാപിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഇന്നലെ നടന്ന ഏറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു കട്ടപ്പനയിൽ മാലിന്യ ടാങ്കിൽ 3 ജീവനുകൾ പൊലിഞ്ഞത്. സംഭവത്തിൽ വിവിധ പ്രതികരണങ്ങളാണ് വരുന്നത്. കട്ടപ്പന മാലിന്യ ടാങ്ക് ദുരന്തം സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി മോർച്ചറിയിലെത്തി സന്ദർശിക്കുകയും ബന്ധുക്കളോട് സംസാരിക്കുകയും ചെയ്ത ശേഷമാണ് MP ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതായാലും ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് തുടർന്നുള്ള ഒരു ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളോ അല്ലെങ്കിൽ അതിൻ്റേതായ അപാകതയാണോ ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരു അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് അപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി. ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവരം നഗരസഭ അറിഞ്ഞിരുന്നില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 3 പേരുടെ ദാരുണമായ അന്ത്യമാണ്. നമുക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളെ അറിയിച്ചിരുന്നില്ല. ഇത് സ്വകാര്യ വ്യക്തിയുടേതാണ്, ഇതിങ്ങനെ ചെയ്യുന്നെന്ന് നമ്മളെയൊക്കെ ഒരറിയിപ്പും കിട്ടിയില്ല. നമുക്ക് രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ 10:15 ഫോൺ കോൾ വന്നു. അപ്പോൾ ചെയർപേഴ്സൺ അറിഞ്ഞോ? ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞതേ ഞാൻ ഓടിയെത്തുകയും ചെയ്തു. കട്ടപ്പന മാലിന്യ ടാങ്ക് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്ന ഡീൻ കുര്യാക്കോസ് MP. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. തുടർന്ന് തന്നെ ഗവൺമെൻറ് തലത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ദുരന്തം എന്നുള്ള നിലയിൽ അവർക്ക് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആശ്വാസ ധനസഹായം അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ കേരളത്തിലുണ്ട്. അതുമായി മുന്നോട്ട് പോകാമെന്ന് കളക്ടർ വാക്കാൽ അറിയിച്ചിട്ടുണ്ട്. കട്ടപ്പന മാലിന്യ ടാങ്ക് അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പ്രതികരിച്ചു. മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായ മാർഗനിർദ്ദേശവും ഇടപെടലും ആവശ്യമാണ്. അത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തന്നെ അതിൻ്റെ സേഫ്റ്റിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ, പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴെ വരെ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അത്തരം ഇടപെടലുകൾ ഒന്നും തന്നെ ഈ അപകട സാധ്യതയുണ്ടായ അപകടമുണ്ടായ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ കാര്യത്തിൽ ബന്ധപ്പെട്ട വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകളുടെ പേരിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇന്നലെ ഉണ്ടായ ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പോലീസും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മാലിന്യ ടാങ്ക് അപകടത്തിൽ നഗരസഭയ്ക്കെതിരെ ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. മാലിന്യ ടാങ്ക് അപകടത്തിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ. ഹോട്ടലിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ്. ഇതിന് നഗരസഭ കൂട്ടുനിന്നതായും K. കുമാർ ആരോപിച്ചു. അനധികൃതമായ റോഡിൽ പണിതുവച്ചിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ പിന്തുണയോടുകൂടി അവിടെ അനധികൃതമായ റോഡിൽ തന്നെ പണിത് വെച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് രാത്രിയിൽ ആൾ കാണാതെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി 3 പണിക്കാരെ കൊണ്ടുവരികയും ആ സെപ്റ്റിക് ടാങ്കിൻ്റെ മണ്ടയിൽ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് ഒരാൾ ഇറങ്ങുന്ന രീതിയിലുള്ള പണി ഇറക്കിയിട്ട് ആ ആളിനെ ഇറക്കി ഒരാളെ ഇറക്കി ആ ആൾ അത് നേരെ താഴെ പോവുകയാണ് ചെയ്തത്. പോയതിന് പുറയിൽ തന്നെ ആളിനെ കണ്ടില്ല പറഞ്ഞപ്പോൾ സമയം 1 മണിക്കൂറായിട്ടും ആളെ ഇറങ്ങാതെ വന്നപ്പോൾ വീണ്ടും ഒരാളെ ഇറങ്ങി അയാളും ദാരുണമായ അന്ത്യം സംഭവിച്ചു. ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കളക്ടർ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ നല്ല രീതിയിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ അനധികൃതമായി പണിതിരിക്കുന്ന ആ സെപ്റ്റിക് ടാങ്ക് എത്രയും പെട്ടെന്ന് അവിടെ പൊളിച്ചു മാറ്റുന്ന സംവിധാനം മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഉണ്ടാകണമെന്ന് BJP ഭാഗത്ത് ആവശ്യപ്പെടുന്നു.
മാലിന്യ ടാങ്ക് അപകടത്തിൽ അധികൃതരും ശക്തമായ ഇടപെടലും നടപടിയുമാണ് സ്വീകരിക്കുന്നത്. അപകടത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് ADM ഷൈജു ജേക്കബ് പറഞ്ഞു. ദാരുണമായ ആകസ്മികമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അവർക്ക് ദുരന്തബാധിതരുടെ ആശ്രിതർക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും ഇൻക്വസ്റ്റ് നടത്തും. പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ നിസ്സഹാവസ്ഥയും ദാരുണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് പോകുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്തിയാൽ പൂജാവതി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അവധി ആഘോഷങ്ങൾക്കായി സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട്. ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു. പൂജാവധിക്കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. തുടർച്ചയായി എത്തിയിട്ടുള്ള അവധി ദിവസങ്ങളാണ് മൂന്നാർ അടക്കമുള്ള ടൂറിസം മേഖലകൾക്ക് പ്രതീക്ഷ നൽകുന്നത്. പൂജാവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാറിൽ മാത്രമല്ല, മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന മാങ്കുളം, മറയൂർ, കാന്തല്ലൂർ, വട്ടവട തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലേക്കും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചിരുന്നു. വ്യാപാര മേഖലയ്ക്കും സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സ്പൈസസുകളിലും ബോട്ടിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ സഞ്ചാരികളുടെ തിരക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലുമെല്ലാം സഞ്ചാരികൾ മുമ്പേ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത 85-ലും മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലും ഗതാഗതക്കുരുക്കും വർദ്ധിച്ചു. തദ്ദേശീയ വിനോദസഞ്ചാരികൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട്. ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്ത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു. പൂജാവധി കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. പൂജാവധി ആഘോഷങ്ങൾക്ക് ശേഷം ദീപാവലി ആഘോഷവും തൊട്ടുപിറകെ പുതുവത്സരാഘോഷങ്ങൾ കൂടി എത്തുന്നതോടെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകും. സിറ്റി വിഷൻ, മൂന്നാർ. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തകരാറിലായ ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് പാർക്കിലെ മിക്ക ഉപകരണങ്ങളും നശിച്ചിരുന്നു. ഇവയ്ക്ക് അറ്റകുറ്റപ്പണിയും പൂർണ്ണമായും നശിച്ചവ മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന ജോലികളുമാണ് പുരോഗമിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് പാർക്കിൽ ഉപകരണങ്ങൾ എത്തിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി പാർക്കിലെ മിക്ക ഉപകരണങ്ങളും നാശത്തിന്റെ വക്കിലായിരുന്നു. ഇതിനെ തുടർന്നാണ് DTPCയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഉപകരണങ്ങളെല്ലാം ഇങ്ങനെ കേടുവന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് അതിന്റെ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ വരുവാൻ താമസമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഇവരെ വിളിച്ച് പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് ഉടൻ തന്നെ തുറന്നു കൊടുക്കുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് DTPC ജീവനക്കാർ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനായി പുതിയ കെട്ടിടം വേണമെന്ന് ആവശ്യം. SHO ഉൾപ്പെടെ 38 പോലീസ് ഉദ്യോഗസ്ഥരാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലുള്ളത്. അടിസ്ഥാന കെട്ടിട സൗകര്യമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് പേറിയാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. വെള്ളത്തൂവൽ, പള്ളിവാസൽ, കൊന്നത്തടി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ. 5 വില്ലേജ് ഓഫീസുകളും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇത്രയധികം സ്ഥലവിസ്തൃതിയിലെ ക്രമസമാധാന പാലനം ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടുന്ന പോലീസ് സ്റ്റേഷനാണ് മതിയാം വിധമുള്ള അടിസ്ഥാന കെട്ടിട സൗകര്യം പോലുമില്ലാതെ പരിമിതികൾക്ക് നടുവിലൂടെ മുമ്പോട്ടു പോകുന്നത്. SHO ഉൾപ്പെടെ 38 പോലീസ് ഉദ്യോഗസ്ഥരാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. 2004-ലാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനായി കെട്ടിടം പണി കഴിപ്പിക്കുന്നത്. നിർമ്മാണ ജോലികളിൽ ദീർഘവീക്ഷണമില്ലാതെ വന്നതോടെയാണ് റോഡിനോട് ചേർന്ന് കട്ടിങ്ങിന് മുകളിലായി കെട്ടിട നിർമ്മാണം നടത്തിയതെന്ന ആക്ഷേപം അക്കാലത്ത് ഉയർന്നിരുന്നു. 2.25 ഏക്കർ സ്ഥലം പോലീസ് സ്റ്റേഷന് സ്വന്തമായുണ്ട്. 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. പരാതിയുമായി സ്റ്റേഷനിലെത്തുന്നവർക്ക് ഇരിക്കാൻ വേണ്ടുന്ന മതിയായ സ്ഥല സൗകര്യം പോലും വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലില്ല.
ഇത്തരത്തിൽ അടിസ്ഥാന കെട്ടിട സൗകര്യമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് പേറിയാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മുമ്പോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനായി സൗകര്യമുള്ള പുതിയ സ്റ്റേഷൻ കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ, ദേവികുളം മേഖലകളിൽ തെളിയാത്ത കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ട് പോലും തുമ്മുണ്ടാകാത്ത കേസുകളും മൂന്നാറിലുണ്ട്. ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട് 1 മാസം പിന്നിടുമ്പോഴും കൃത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന കാര്യത്തിൽ പോലീസിന് ഇനിയും തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. ഈ കേസുൾപ്പെടെ മൂന്നാർ, ദേവികുളം മേഖലകളിൽ തെളിയാത്ത കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കല്ലാർ എസ്റ്റേറ്റ് പുതുക്കാട് ഡിവിഷനിൽ ഗീത 2011 കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ ഭർത്താവിനെ 14 വർഷം പിന്നിട്ടിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 2019 സെപ്റ്റംബർ 9 ഗുണ്ടുമല അപ്പർ ഡിവിഷനിൽ വീടിനുള്ളിൽ 8 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി പീഡനത്തിനിരയായിരുന്നതായി പിന്നീട് തെളിഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ കേസിൽ പ്രതിയെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കടലാർ എസ്റ്റേറ്റിൽ ഈസ്റ്റ് ഡിവിഷനിൽ എസ് ധനശേഖറിനെ 2021 ഏപ്രിൽ 30 രാവിലെ കാണാതായി. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും 4 വർഷമായി ഇയാളെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഇത്തരത്തിൽ തുമ്പുണ്ടാക്കാത്ത, പ്രതികൾ ആരെന്നറിയാത്ത കേസുകൾ വർദ്ധിച്ചു വരുന്നത് തോട്ടം മേഖലയിൽ ആശങ്കയ്ക്കും ഇടവരുത്തുന്നുണ്ട്. ചില അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അലംഭാവവും തെളിവുകൾ ശേഖരിക്കുന്നതിലെ പിഴവും കാലതാമസവും കേസുകൾ തെളിയാതെ പോകുന്നതിന് ഇടയാക്കുന്നതായും ആക്ഷേപമുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അടിമാലിയിൽ വ്യക്തമാക്കി. ദേശീയപാത നവീകരണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കല്ലിട്ടുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കുകയും 20 കിലോമീറ്ററോളം ദൂരം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ടൗണുകളിലും ബൈപ്പാസോടുകൂടിയാകും ദേശീയപാത നവീകരണം നടക്കുക. 30 മീറ്റർ വീതിയിലാണ് കല്ലിടൽ നടക്കുന്നതെന്നും കല്ലിടൽ നടപടികൾക്ക് ശേഷം ഈ ഭാഗത്തെ സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും MP പറഞ്ഞു. നാഷണൽ ഹൈവേ 185 അടിമാലി മുതൽ കുമളി വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളിലും കല്ലിട്ടുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കുകയും ഇപ്പോൾ ഏതാണ്ട് 20 കിലോമീറ്ററോളം അത് പൂർത്തീകരിച്ചിരിക്കുകയുമാണ്. അടിമാലി മുതൽ കുമളി വരെ നേരത്തെ 95 കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ
പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പുതുക്കിയ അലൈൻമെൻ്റ് അനുസരിച്ച് 75 കിലോമീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും ടൗൺ പ്രദേശങ്ങളിൽ എല്ലായിടത്തും ബൈപ്പാസ് ഉണ്ട്. അപ്പോൾ അടിമാലിയിൽ തന്നെ ബൈപ്പാസോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം കൊച്ചു കൊച്ചു ടൗണുകളിൽ എല്ലായിടത്തും ബൈപ്പാസ് ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് 75 കിലോമീറ്ററിൽ ആ റോഡ് ചുരുക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇരുവശങ്ങളിലുമായി 30 മീറ്റർ വീതി ആ റോഡിന് ഇപ്പോൾ കല്ലിട്ട് തിരിക്കുന്നു. 30 മീറ്റർ അക്വിസിഷനാണ് അത് നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കല്ലിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 3D വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പട്ടയഭൂമിയുള്ള ഇനി അതല്ലെങ്കിൽ ഉടമസ്ഥാവകാശമുള്ള മുഴുവൻ ആളുകൾക്കും നഷ്ടപരിഹാരം കൊടുക്കുന്ന പ്രോസസ്സാണ് അതിന് തുടർന്ന് നടക്കുക. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്ന വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് പുലർത്തുന്നുവെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ടു പോകാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് എല്ലാ തെളിവുകളും കൈവശമുണ്ടായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമാണെന്ന് പറഞ്ഞ് സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ 11 നൽകിയ സത്യവാങ്മൂലമാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും ആഗസ്റ്റ് 21 കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന വാക്കാൽ പറഞ്ഞതിന് പകരം കൈവശമുള്ള റവന്യൂ രേഖകൾ കോടതിയെ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും ദേശീയപാത സംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ 18 കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിനുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇടതുപക്ഷ ഭരണകക്ഷിയിലെ നേതാക്കന്മാരെല്ലാവരും പറയുന്നു അവിടെ വനമല്ല, അത് റോഡ് പണിയാനുള്ള അനുമതി കൊടുക്കും, അതിനുവേണ്ടി അപേക്ഷിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് സമ്മർദ്ദം എന്നുള്ള നിലയിലാണ് ഈ കൺവെൻഷൻ. ഈ കൺവെൻഷൻ തീർച്ചയായും വലിയ ഒരു സമരത്തിന് നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. ഗവൺമെന്റിന്റെ ഈ തെറ്റായ നിലപാട്, ജനദ്രോഹപരമായ നിലപാട്, റോഡ് തടയുന്ന നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഈ അവസരം ബഹുജനങ്ങളായിട്ടുള്ള റോഡുമായി ബന്ധപ്പെട്ട കേസ് കോടതി വീണ്ടും ഈ മാസം 7 പരിഗണിക്കും. സർക്കാർ കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. അല്ലാത്ത പക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റിതര സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 അടിമാലി ക്ലബ്ബിലാണ് വിശാല കൺവെൻഷൻ നടക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി രൂപത KCYMന്റെ നേതൃത്വത്തിൽ രൂപത കലോത്സവം നാളെ പാറത്തോട്ടിൽ നടക്കും. രൂപതയിലെ 52 ഇടവകളിൽ നിന്നുള്ള 1000-ലധികം യുവ കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 14ഓളം വ്യക്തിഗത ഇനങ്ങളിലും 11ഓളം ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും പാറത്തോട് സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിലുമായിട്ടാണ് നാളെ ഇടുക്കി രൂപത KCYMന്റെ നേതൃത്വത്തിൽ രൂപത കലോത്സവം നടക്കുന്നത്. രൂപതയിലെ 52 ഇടവകകളിൽ നിന്നുള്ള 1000-ലധികം യുവ കലാപ്രതിഭകൾ AB വിഭാഗങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പാറത്തോട് സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ നിർവഹിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു KM, രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ എന്നിവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 2 നമ്മുടെ പാറത്തോടിൽ വെച്ച് KCYM ഇടുക്കി രൂപതയുടെ 4ാമത് രൂപതാ കലോത്സവം നടത്തപ്പെടുകയാണ്. ഏകദേശം 52ഓളം ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങൾ, ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുക്കുന്ന 1000-ലധികം വരുന്ന മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലാമാമാങ്കം പാറത്തോടിൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ രൂപതയിലെ ഇടവകളെ 2 കാറ്റഗറികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. A കാറ്റഗറി ആയിട്ടും B കാറ്റഗറി ആയിട്ടും. KCYMന്റെ നേതൃത്വത്തിൽ 4ാമത്തെ കലോത്സവമാണ് ഇത്തവണ നടക്കുന്നത്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും കലോത്സവത്തിലൂടെ KCYM ലക്ഷ്യമിടുന്നു.
14ഓളം വ്യക്തിഗത ഇനങ്ങളിലും 11ഓളം ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. രചനാ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സമാപന ചടങ്ങിൽ മോൻ ജോസ് കരിവേലിക്കൽ, മോൻ എബ്രഹാം പുറയാട്ട്, മോർ ജോസ് നരിതൂക്കിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും KCYM രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട്, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ SBS, സാം സണ്ണി, അമൽ ജിജു ജോസഫ്, സൗവർണിക സന്തോഷ്, അലക്സ് തോമസ്, ഡെമിൽ കെ ഷിബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. വാർഷികാഘോഷവും ആദരിക്കലും പൊതുയോഗവും നടന്നു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ 50ാമത് വാർഷികാഘോഷവും പൊതുയോഗവുമാണ് നടന്നത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഗ്രാമമായ രാജകുമാരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ 50ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗവും മികച്ച കർഷകരെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെ ആദരിക്കലും നടന്നു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെയും സഹകാരികളുടെയും സഹകരണത്തോടെ എ ഗ്രേഡിന് നിലവാരത്തിലേക്ക് ബാങ്കിനെ ഉയർത്തുവാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഭരണസമിതിയുടെയും സ്റ്റാഫിന്റെയും കൂട്ടായ കഠിന പരിശ്രമം മൂലം ആദ്യത്തെ വർഷം കുടിശ്ശിക, ആദ്യത്തെ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് കിട്ടിയത് 10 മാസമാണ്. ആ 10 മാസം കൊണ്ട് 8% കൊണ്ടൊന്നും ഈ സാമ്പത്തിക വർഷം നമ്മൾ 6%ലാണ് നമ്മുടെ കുടിശ്ശിക നിൽക്കുന്നത്. സാമ്പത്തിക സ്റ്റാഫിന്റെ കഠിനമായ പരിശ്രമം, അതോടൊപ്പം നമ്മുടെ ബാങ്കിന്റെ സഹകാരികളുടെ പൂർണ്ണമായ സഹകരണം എന്ന് പറയും. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി 2024-25 വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണവും ചർച്ചയും നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മികച്ച വനിതാ പുരുഷ സ്വയം സഹായ സംഘങ്ങളെയും ആദരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അമ്പിളി ജോർജ്, പഞ്ചായത്ത് മെമ്പർ ഡെയ്സി ജോയി, മർച്ചന്റ് അസോസിയേഷൻ രാജകുമാരി സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യാക്കോസ്, മുൻകാല പ്രസിഡന്റുമാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. പൂന്തോട്ടത്ത് വിനയകുമാറിന്റെ പുതിയ കഥാസമാഹാരമായ ലസാഗുവിന്റെ പ്രകാശനം നടന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ ജേതാവ് മോബിൻ മോഹൻ പ്രകാശനം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് സോജൻ ജോസ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ ജേതാവ് മോബിൻ മോഹൻ പുസ്തക പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ അഡ്വക്കേറ്റ് ദീപു ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ ജ്യോതിസ് S പുസ്തകം പരിചയപ്പെടുത്തി. PN വിജയൻ, KK സുകുമാരൻ, ചിത്രാലയം ശശികുമാർ, KC സജീവൻ, അഡ്വക്കേറ്റ് G ഗോപകൃഷ്ണൻ, സൗവർണിക ശരിൽ, S മനോജ്, ടോം ലൂക്കോസ്, ജോയി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,875 രൂപ, പവന് 87,000 രൂപ, വെള്ളി ഗ്രാമിന് 160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിൽ മാലിന്യ ടാങ്കിൽ 3 ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തിൽ ശക്തമായ ഇടപെടലും നടപടിയുമായി ജില്ലാ ഭരണകൂടം. അപകടത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് ADM ഷൈജു ജേക്കബ്. മാലിന്യ ടാങ്ക് അപകടത്തിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. കുമാർ.
ഹോട്ടലിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമെന്നും ആരോപണം. വീഴ്ച പരിശോധിക്കണമെന്ന CPM, ധനസഹായം നൽകണമെന്ന MP. പൂജാവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. പൂജാവധി കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്തുമെന്നാണ് ടൂറിസം മേഖലയുടെ പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷം. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തകരാറിലായ ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് പാർക്കിലെ മിക്ക ഉപകരണങ്ങളും നശിച്ചിരുന്നു. പൂർണ്ണമായും നശിച്ചവ മാറ്റി സ്ഥാപിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.